ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ ബാക്കി ക്വസ്റ്റ്യൻസുകൾ വർക്കൗട്ട് ചെയ്യാൻ പോവുകയാണ് അല്ലേ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ 3 ക്വസ്റ്റ്യൻസ് അലൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ ശേഷമുള്ള ബാക്കി അതേ ടോപ്പിക്കിൽ നിന്നുള്ള നെക്സ്റ്റ് 3 ക്വസ്റ്റ്യൻസുകളാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നോക്കൂ, എന്താ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. നമ്മളത് 4ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകണം അല്ലേ. ലെറ്റ് വി ബി ദ വെക്റ്റർ സ്പേസ് ഓഫ് all 2x2 matrix over R, consider the subspace. ഓക്കെ, അപ്പോൾ നമ്മളോട് ഇവിടെ എന്താ കണ്ടുപിടിക്കാൻ പറ്റുള്ളത്. ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, ഒരു W1ഉം അതുപോലെ തന്നെ ഒരു W2ഉം തന്നിട്ടുണ്ട്. ദെൻ വി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, വെക്റ്റർ സ്പേസ് ഓഫ് ഓൾ 2x2 മെട്രിക്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഓൾ 2x2 മെട്രിക്സ് ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഏതിൻ്റെ അണ്ടറിൽ? ആർ അല്ലേ. ആർ എന്ന് പറയുന്ന ഇതിൻ്റെ അണ്ടറിൽ 2x2 മെട്രിക്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിട്ട് എന്താണ്, 2 സബ്സ്പേസുകൾ കൺസിഡർ ചെയ്യാനാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്, അതായത് പോയിന്റ് എമ്മും പോയിന്റ് എന്നും ആണ് കാണാൻ പറഞ്ഞത്. ദെൻ വി നീഡ് ടു മേക്ക് ദം ടു ദ പെയർ. അപ്പോൾ എം എന്ന് പറയുന്നത് ഇവിടെ എന്താ തന്നിട്ടുണ്ട്, ഡയമെൻഷൻ ഓഫ് W1 ഇൻ്റർസെക്ഷൻ ഓഫ് W2 എന്നാണ് പറഞ്ഞിട്ടുണ്ട്. ദെൻ എൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, W1 പ്ലസ് W2 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണോ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം ഇൻ്റർസെക്ഷൻ കാണണം. ഓക്കെ, അപ്പോൾ ഡയമെൻഷൻ ഓഫ് W1 ഓഫ് W2 കാണണം. അതിന് മുമ്പ് നമുക്ക് എന്തറിയണം, W1ൻ്റെ ഡയമെൻഷൻ എന്തറിയണം, W2ൻ്റെ ഡയമെൻഷൻ എന്താണെന്ന് അറിയണം. ഓക്കെ അല്ലേ, ഞാൻ പറഞ്ഞത് ക്ലിയർ ആണോ. ഓക്കെ, സോ നമുക്ക് ആദ്യം W1 എന്താ നോക്കാം. നോക്കൂ, W1 ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. എന്താ തന്നിട്ടുള്ളത്, W1 എന്ന് പറയുന്നത് A മൈനസ് A C D ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ ആണോ. എന്ത് തന്നിട്ടുണ്ട്, മൈനസ് D ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ നോക്കൂ, ഇവിടെ എത്ര ഫ്രീ വേരിയബിൾസ് ഉണ്ട്, ഇവിടെ എത്ര ഫ്രീ വേരിയബിൾസ് ഉണ്ട്, 3 ഫ്രീ വേരിയബിൾസ് ഉണ്ട് അല്ലേ, A C D. സോ 3 ഇതിൻ്റെ W1ൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, 3 ആണ്. W2ൻ്റെതോ, W2ൻ്റെതും എന്ത് തന്നെയാണ്, W2ൻ്റെതും എന്ത് തന്നെയാണ് മക്കളെ, A B മൈനസ് A D ആണ്. ഓക്കെ ആണോ. ഇതിൻ്റെ ഡയമെൻഷനും എന്ത് തന്നെയാണ്, 3 തന്നെയാണ്. ഓക്കെ ആണോ. അതിൻ്റെ ഡയമെൻഷൻ 3 ആണ്. ഇനി നമ്മൾ എന്താ പറഞ്ഞത്, ദറ്റ് ഇൻ്റർസെക്ഷൻ കാണാനാണ്. W1ൻ്റെയും W2ൻ്റെയും ഇൻ്റർസെക്ഷൻ കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം ഒരു ജനറൽ ഫോർമുലയാണ് എടുക്കേണ്ടത്. അത് രണ്ടിലും കോമൺ ആയിട്ടുള്ളതാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കോമൺ ആയിട്ട് ഒരു മെട്രിക്സ് 2x2 മെട്രിക്സ് ആണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. സോ വി ആർ ടേക്കിംഗ് ദാറ്റ് X Y Z W. ഓക്കെ, ഇങ്ങനത്തെ ഒരു മെട്രിക്സ് നമ്മൾ എടുക്കുന്നു. ദെൻ സിമിലർ ആയിട്ടുള്ളത് നമ്മളൊന്ന് ഇക്വലേറ്റ് ചെയ്ത് എഴുതാം. സോ എക്സിന് ഇവിടെ എന്താണ്, എക്സ് ഇവിടെ എന്തായിട്ടാണ് വരുന്നത്, എക്സ് അവിടെ എന്തായിട്ടാണ് വരുന്നത്, ഓക്കെ, എക്സ് അവിടെ എക്സ് ഈക്വൽ ടു എ. ദെൻ ആൾസോ വൈ എന്ന് പറഞ്ഞാൽ എന്താണ്, മൈനസ് എ ആണ്. സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, y എന്ന് പറയുന്നത് മൈനസ് എക്സ് ആണ്. y എന്ന് പറയുന്നത് എന്താണ്, മൈനസ് എക്സ് ആണെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇല്ലേ. കാരണം എന്താ, എക്സ് ഈക്വൽ ടു ഒരു വാല്യൂ, സെയിം വാല്യൂ ആണ്. അതിൻ്റെ നെഗറ്റീവ് ആണ് എന്തെന്ന് പറയുന്നത്, y എന്ന് പറയുന്നത്. സോ വി ക്യാൻ ടേക്ക് ദാറ്റ് y ഈസ് ഈക്വൽ ടു മൈനസ് എക്സ്. സോ വി ക്യാൻ ടേക്ക് ദാറ്റ് y ഈക്വൽ ടു മൈനസ് എക്സ്. സോ ഇവിടുത്തെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഇവിടുത്തെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഇവിടുത്തെ നമ്മൾക്ക് എങ്ങനെ എഴുതാൻ പറ്റും പറഞ്ഞേ, എക്സ് മൈനസ് എക്സ് സെഡ് ഡബ്ല്യു. ഓക്കെ, ഇതാണ് ഫസ്റ്റത്തേൻ്റെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി അടുത്തത് നോക്കൂ. ഇനി അടുത്തത് എന്താണ്, ഇവിടെ നമ്മൾ സെയിം ഇത് തന്നെ ഇവിടെ ഉപയോഗിക്കുന്നു. സോ ഇവിടുത്തെ ഇങ്ങനെ വരും പറഞ്ഞേ, എക്സ്
ഈക്വൽ ടു എ, വൈ ഈക്വൽ ടു ബി, ദെൻ സി എന്ന് പറയുന്നത് എന്താണ്, സോറി സി അല്ല സെഡ് അല്ലേ, സെഡ് എന്ന് പറയുന്നത് എന്താണ് മൈനസ് എ. അപ്പം ഇവിടെ എന്ത് വന്നു, മൈനസ് എ വന്ന് കഴിഞ്ഞാൽ, ഓക്കെ മൈനസ് എ വന്ന് കഴിഞ്ഞാൽ, ഓക്കെ കാണുന്നില്ല അല്ലേ, ഓക്കെ കാണുന്നു, മൈനസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മൈനസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്തെടുക്കാം, സെഡ് ആണെന്ന് പറഞ്ഞു, എക്സ് എന്ന് പറയുന്നത് എ ആണ്, സെഡ് എന്ന് പറയുന്നത് മൈനസ് എ ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് എക്സ് എന്ന് പറഞ്ഞൂടെ, എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് എക്സ് എന്ന് നമ്മൾക്ക് പറയാൻ പറ്റും. സോ നമുക്ക് അവിടെ എന്ത് എഴുതി കൊടുക്കാം, സോ സെഡിലോട്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും, എക്സ് എന്ന് പറയുന്നത് എക്സ്, വൈ, സെഡ് മൈനസ് എക്സ്, ദെൻ ഡബ്ല്യു, ദെൻ ഇത് രണ്ടും നമ്മൾ ഇൻ്റർസെക്റ്റ് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എക്സ് എക്സ് മൈനസ് എക്സ് ഡബ്ല്യു എന്ന് കിട്ടും. സോ നമുക്ക് എന്ത് കിട്ടി, അതായത് ഡി ഓഫ് W1 ഇൻ്റർസെക്ഷൻ W2 എന്ന് പറയുന്നത് 2 എന്ന് കിട്ടി. അപ്പോൾ ഡയമെൻഷൻ ഓഫ് ദി W1 ഇൻ്റർസെക്ഷൻ W2 എന്ന് പറയുന്നത് എന്ത് കിട്ടി, നമ്മൾക്ക് 2 എന്ന് കിട്ടി. സോ ദർ ആർ 2 ഫ്രീ വേരിയബിൾസ്, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. ക്ലിയർ ആണോ, അത് പറഞ്ഞാൽ ക്ലിയർ ആണോ? സോ നമുക്കിപ്പോൾ എന്ത് കിട്ടി, എം കിട്ടി, നമുക്കിപ്പോൾ എം കിട്ടി, ഓക്കെ എം ഈക്വൽ ടു 2. ദെൻ അടുത്ത് എന്താ കാണാൻ പറഞ്ഞത്, എൻ കാണാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് എന്നിൻ്റെ പ്രത്യേകത പറഞ്ഞിട്ടുള്ളത്, എൻ എന്ന് പറയുന്നത് ഡയമെൻഷൻ ഓഫ് W1 പ്ലസ് W2 ആണ്. എൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡയമെൻഷൻ ഓഫ് W1 ഇൻറ്റു പ്ലസ് W2 ആണ്. അപ്പോൾ അതെങ്ങനെയാണ്, അതിൻ്റെ ഒരു ഇക്വേഷൻ എന്താണെന്ന് അറിയോ, W1 ഇൻറ്റു W2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണേണ്ടത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, ഡയമെൻഷൻ ഓഫ് W1 പ്ലസ് ഡയമെൻഷൻ ഓഫ് W2 മൈനസ് ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇതുകൂടി നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം. എന്താ വരിക, ഡയമെൻഷൻ ഓഫ് W1 ഇൻ്റർസെക്ഷൻ W2. സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, W1 എന്താണെന്ന് അറിയാം, W2 എന്താണെന്ന് അറിയാം, ഡയമെൻഷൻ ഓഫ് W1 ഇൻ്റർസെക്ഷൻ W2 എന്താണെന്ന് അറിയാം. നമുക്ക് എന്താ അറിയാം, W1ൻ്റെ ഡയമെൻഷൻ എന്താ 3 ആണ്, W2ൻ്റെ ഡയമെൻഷനോ അതും 3 ആണ്. ദെൻ കിട്ടിയിട്ടുള്ള ഇൻ്റർസെക്ഷൻ എത്രയായിരുന്നു, -2. സോ 3 + 3 = 6. ദെൻ -2, അപ്പോൾ എത്ര കിട്ടി, 4 എന്ന് കിട്ടി. ദാറ്റ് മീൻ എൻ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി, 4 എന്ന് കിട്ടി. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിട്ടുള്ള എമ്മും എന്നും എന്താണ്, 2 4. ദ പെയർ എന്ന് 2 4. ഇത് നമ്മളുടെ ഓപ്ഷനിലുണ്ടോ നോക്കൂ, ഉണ്ടല്ലേ, എന്താണ് ബി. സോ ദെർഫോർ നമുക്ക് എന്ത് കിട്ടി, ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, സോൾവ് ചെയ്യാൻ പറ്റി. ഓക്കെ ആണോ, ക്ലിയർ ആണോ? അതായത് നമ്മളിവിടെ ഇത്രേ ചെയ്തിട്ടുള്ളൂ, രണ്ടിൽ നിന്നും കോമൺ ആയിട്ടുള്ളതിന് നമ്മൾ മാറ്റി എഴുതുന്നു, അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു. സോ നമുക്കൊരു കോമൺ, അത് എത്ര ഡയമെൻഷൻ എന്ന് കിട്ടി, ഇൻ്റർസെക്റ്റ് ചെയ്തപ്പോൾ എത്ര ഡയമെൻഷൻ നമുക്ക് അവിടെ കിട്ടി. സോ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, എക്സ് വൈ സെഡിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് അവിടെ എത്ര ഡയമെൻഷൻ കിട്ടി, 2 എന്ന് കിട്ടി അല്ലേ, എക്സ് മൈനസ് എക്സ് ഡബ്ല്യു എന്ന് കിട്ടി. സോ അവിടെ 2 ഡയമെൻഷൻ ആണെന്ന് മനസ്സിലായി. ദെൻ രണ്ടാമത്തെ എന്തായിരുന്നു, എൻ കാണാൻ W1 പ്ലസ് W2, ഡയമെൻഷൻ ഓഫ് W1 പ്ലസ് W2 എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ എന്താ ചെയ്യേണ്ടത്, ഡയമെൻഷൻ ഓഫ് W1 പ്ലസ് ഡയമെൻഷൻ ഓഫ് W2 മൈനസ് ഓഫ് ഡയമെൻഷൻ ഓഫ് W1 ഇൻ്റർസെക്ഷൻ W2 എന്നാണ് അവിടെ ചെയ്യേണ്ടത്. ക്ലിയർ ആണോ, ഓക്കെ ആണോ? So we are going to the next question. Okay, നോക്കൂ, next question എന്താ, which one of the following is a subspace of the vector space R3? R3-ലെ ഇവിടെ തന്നതിൽ ഏതാണ് സബ്സ്പേസ് അല്ലേ, നമുക്കിതിനെ നോക്കിയാൽ മനസ്സിലാവും. സോ നമുക്ക് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാൻ, നമുക്ക് ഇതിന് പെട്ടെന്ന് ചില ഇക്വേഷൻസുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റും.
അതെങ്ങനെയാണ് അതിൻ്റെ ഓപ്ഷൻസ് നമുക്ക് പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റുക? ഒന്ന് ഹോമോജീനസ് ആണോ നോക്കുക, ഇനീക്വാളിറ്റീസ് ഉണ്ടോ നോക്കുക, പിന്നെ കോൺസ്റ്റൻസ് ഉണ്ടോ നോക്കുക. ഓക്കെ, അപ്പോൾ ഹോമോജീനസ് അല്ലെങ്കിൽ അത് സബ്സ്പേസ് അല്ല. പിന്നെയോ ഇനീക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ സബ്സ്പേസ് അല്ല. പിന്നെയോ കോൺസ്റ്റൻസ് ഉണ്ടെങ്കിലും അതും സബ്സ്പേസ് അല്ല. ഇനി എങ്ങനെയാണ് ആക്ച്വലായിട്ട് സബ്സ്പേസ് നോക്കേണ്ടത്? എങ്ങനെയാണ്? 0 നോക്കുക, ദെൻ അഡീഷൻ, ദെൻ സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, ഇത് മൂന്നും നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് സബ്സ്പേസ് ആണോ അല്ലേ നോക്കാൻ പറ്റും. സോ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ നോക്കൂ. എ എന്ന് പറയുന്നത് എന്താണ്? XYZ belongs to R3 that R3 x plus 2y equal to 0 then 2x plus 3z equal to 0. ഇതെന്താണ്? ഒരു ഹോമോജീനിയസ് ഇക്വേഷൻ ആണ്. ഇനി നമ്മൾ അതിലോട്ട് 0 ഇട്ട് കൊടുത്ത് നോക്കൂ, നമുക്ക് എന്താ വരിക? അത് 0 തന്നെ കിട്ടുക. പിന്നെയോ അഡീഷൻ ചെയ്താലും നമുക്ക് R3 ഉള്ള ഒരു വാല്യൂ തന്നെയാണ് നമുക്ക് കിട്ടുക. ഓക്കെ, സോ എ അവിടെ നിൽക്കട്ടെ. ബി നോക്കൂ, 2x plus 3y നോക്കൂ. ബി എന്താ നോക്കേണ്ടത് നിങ്ങൾ? ബി നോക്കൂ ഇവിടെ 2x plus 3y 4z ഇവിടെ വരാണെങ്കിൽ ഓക്കെ, ബട്ട് ഇവിടെ എന്തുണ്ട്? ഒരു കോൺസ്റ്റന്റ് അല്ലേ, -3. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് സബ്സ്പേസ് അല്ല. ദെൻ സി ഓപ്ഷൻ നോക്കൂ. എന്താണ് സി ഓപ്ഷന്? x greater than or equal to 0 then y greater than or equal to 0. ഇനിക്വാളിറ്റീസ് അല്ലേ? ആണ്. സോ നമ്മളുടെ സബ്സ്പേസ് ആയിട്ട് അത് എടുക്കാൻ പറ്റത്തില്ല. സോ സിയും പറ്റില്ല. ഡി ഓപ്ഷൻ നോക്കൂ. എന്താണ്? x minus 1 equal to 0 y equal to 0. y equal to 0 എന്താണ്? ഹോമോജീനസ് ആണ്. ബട്ട് x minus 1 എന്ന് പറയുന്നത് എന്തല്ല? ഹോമോജീനസ് ആയി വരില്ല. അതെന്ത് വരും? x ഈക്വൽ ടു -1 ദാറ്റ് ഇസ് നോട്ട് ഈക്വൽ ടു 0. സോ നമ്മളവിടെ ആ ഒരു കണ്ടീഷൻ എന്താവുന്നുണ്ട്? കട്ടായി പോകുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഓപ്ഷൻ ഏതാ വരിക? കറക്റ്റ് ആൻസർ എ ആണ് വരിക കേട്ടോ. ഓക്കെ ആണോ? സിമ്പിൾ അല്ലേ? ഓക്കെ, then we are moving to the next question. Okay, the next question. എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയൂ? യെസ്, കൺസിഡർ ദ സബ്സ്പേസ് അല്ലേ? നമ്മുടെ സബ്സ്പേസ് തന്നെയാണ് ഇവിടെയും ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. എന്താണ് ആ കണ്ടീഷൻ നോക്കൂ. W equal to x1 x2 etc up to xn belongs to R10. ഓക്കെ, 10 വരെയുള്ള ഡിജിറ്റ്സ് നമ്മൾ എടുക്കുന്നു. ഒരു കണ്ടീഷൻ തന്നിട്ടില്ല നോക്കൂ. the xk equal to xk minus 1 plus sk minus 2 then 3 less than or equal to n less than or equal to 10. ഇവിടെ നമ്മൾ ഡയമെൻഷൻ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡയമെൻഷൻ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഡയമെൻഷൻ കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് അവിടെ എത്ര ഫ്രീ വേരിയബിൾസിന് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഫ്രീയിൽ നമുക്ക് എത്ര നമ്പേഴ്സുകൾ എടുക്കാൻ പറ്റും? നമുക്ക് ഇവിടെ തന്നെ മനസ്സിലാക്കാം. നോക്കൂ, ഇവിടെ എത്ര ഉണ്ട്? xk -1 ദെൻ xk -2 ആണ്. ഒന്നുകൂടി ഉണ്ട് വിചാരിക്കുക, sk -3 ഉണ്ടെങ്കിൽ അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻ 3, അത് 3 എണ്ണം നമുക്ക് എടുക്കാൻ പറ്റും. ഇതെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ 2 നമ്പേഴ്സുകൾ ആ ഒരു സീക്വൻസിലെ ഫസ്റ്റ് 2 എണ്ണം നമുക്ക് എടുക്കാൻ പറ്റും. ഫ്രീലി നമുക്ക് ചൂസ് ചെയ്യാം, ഏതും നമുക്ക് ചൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ 2 ഫസ്റ്റ് x1 എന്ന് പറയുന്നത് 2 എടുക്കാം, x2 എന്ന് പറയുന്നത് 7 എടുക്കാം. അതിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടാണ് x3 x4 x5 അപ് ടു x10 വരെ പോകുന്നത്. അപ്പോൾ x1ഉം x2ഉം നമ്മൾ ഡിസൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് അത് ചൂസ് ചെയ്യാൻ എന്തുണ്ട്? റൈറ്റ് ഉണ്ട്. ബട്ട് ബാലൻസ് ഫ്രം ദ x3 ടു x10 അതെന്ത് ചെയ്യില്ല, അത് നമ്മൾ എടുത്ത് ഫസ്റ്റ് 2 എണ്ണത്തിന് അടിസ്ഥാനമാക്കിയിട്ടാണ് ബാക്കി പോകുന്നത്. ഫോർ എക്സാമ്പിൾ വി ആർ ടേക്കിംഗ് ദാറ്റ് x എന്ന് പറയുന്നത് x1 എന്ന് പറയുന്നത് 0യും x2 എന്ന് പറയുന്നത് 1 എന്ന് വിചാരിക്കാം. സോ അക്കോർഡിംഗ് ദ കണ്ടീഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? x1 എന്ന് പറയുന്നത് നമ്മൾ എന്തെടുത്തു? 0 എടുത്തു. x1 എന്ന് പറയുന്നത് എടുത്തു. സോ ഇനി x3 നമുക്ക് എന്തെടുക്കണം? x3 അപ്പോൾ നമുക്ക് എന്തെടുക്കാൻ പറ്റും? ഒന്ന് ആലോചിച്ച് നോക്കൂ. x3 നമുക്ക് എന്തെടുക്കാൻ പറ്റും?
ഓക്കെ, അപ്പോൾ x3 കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 0 + 1 എന്ന് പറഞ്ഞാൽ എന്താണ് വരിക? 1 തന്നെയാണ് നമുക്ക് കിട്ടുക. സോ x3 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. ദെൻ x4 കിട്ടണമെങ്കിലോ 1 + 1, അപ്പോൾ 2 വരും. ദെൻ നെക്സ്റ്റ് ടേം 1 + 2 3 വരും. ഇങ്ങനെയാണ് ഈ ടേംസ് പോകുന്നത്. ക്ലിയർ ആണോ? ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ഓക്കെ ആണോ? സോ ദ ആൻസർ ഈസ് ഡയമെൻഷൻ 2. നമുക്ക് 2 എണ്ണമാണ് ഇതിലെടുക്കാൻ പറ്റുന്ന ഡയമെൻഷൻ എന്ന് പറയുന്നത് 2 ആണ്. ക്ലിയർ ആണോ? ഓക്കെ. സോ ഓക്കെ, അപ്പോൾ ഇത്ര ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ബാക്കി വന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് വരും ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.